സാധാരണ രീതിയിലുള്ള ഒരു ക്യൂ അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ലോവർ തിരുമുറ്റത്ത് കണ്ടിട്ട് എനിക്ക് തന്നെ ഭയമാവുന്നുണ്ട്. അവരെ ഇനി പോലീസുകാരുമായിട്ടൊന്ന് ഞാനൊരു ക്രമീകരണം നടത്തിയിട്ട് ഈ ഭക്തന്മാരെ നിർബന്ധമായിട്ടും ക്യൂ കോംപ്ലക്സിൽ ഇരുത്തണം. അതിനുവേണ്ട അനൗൺസ്മെൻ്റ് അവിടെ വയ്ക്കണം. ഇപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, ഒരു അനൗൺസ്മെൻറ്റ് വേണം. അവർക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ശീലം അതല്ലല്ലോ, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഇരിക്കൂ, നിങ്ങളുടെ ടേൺ വരുമ്പം കൃത്യമായിട്ട് തുറന്ന് വിടും എന്നുള്ളത് അവിടെ അവർക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് അനൗൺസ്മെൻറ്റിലും അല്ലാതെയും ഈ ക്യൂ കോംപ്ലക്സിൽ തന്നെ കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവിടെ ഒരു കോർഡിനേറ്ററായിട്ട് ഒരാളെയും വെച്ച് ഇത് പറയും, നിങ്ങൾക്ക് ഇത്ര സമയത്ത് നമുക്ക് തുറന്നു വിടാം. ഇത് അങ്ങനെയാണെങ്കിൽ പതുക്കെ ഈ ആളുകൾ നിന്ന് ബോധം കെട്ട് വീഴുന്നൊരു സ്ഥിതി ഒഴിവാക്കാൻ സാധിക്കും. ക്യൂ കോംപ്ലക്സുകൾ പ്രവർത്തനക്ഷമമാക്കുകയും അത് നമ്മൾ ഈ മാനേജ്മെൻറ്റിനകത്ത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് നിലയ്ക്കലിൽ കൂടുതൽ സമയം ആളുകൾ നിർത്തുന്നതിൽ തെറ്റില്ല. കൂടുതൽ ബുക്കിങ്ങിന് വേണ്ടി വിർച്വൽ ക്യൂവിൽ അല്ല, സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ആണ് ഇപ്പോൾ ആളുകൾ പമ്പയിൽ വരുന്നത്. അപ്പോൾ അതിന് ആളുകൾ പമ്പയിൽ അതിനു വേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് 7 അഡീഷണലായിട്ടുള്ള സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ബൂത്തുകൾ നമ്മളിപ്പോൾ നിലയ്ക്കലിൽ ഇന്ന് സ്ഥാപിക്കും. ഒരു 3-4 മണിയോടുകൂടി 7 എണ്ണം, പമ്പയിലുള്ളത് 4 മറ്റേ ഉള്ള ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല, അതവിടെ നിലനിർത്തിക്കൊണ്ട് ബാക്കി 7 എണ്ണം അഡീഷണലായിട്ട് നിലയ്ക്കലിൽ നമ്മൾ സ്ഥാപിക്കും. സോ ദാറ്റ് സ്പോട്ട് ബുക്കിങ്ങിന് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. നിലയ്ക്കൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ പമ്പയിലെത്തി കൃത്യമായിട്ട് പോകാൻ സാധിക്കുന്ന ഒരു ക്രമീകരണം ഉണ്ടാവണം. ശ്രീജിത്തിനോട് ഇതെല്ലാം ഞാൻ കത്ത് മുഖേന തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അതെനിക്കൊണ്ട് 2-3 മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്രൈസിസ് മാറിക്കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈ ലോവർ തിരുമുറ്റത്ത് കണ്ടിട്ട് എനിക്ക് തന്നെ ഭയമാവുന്നുണ്ട്. അവരെ കുറേശ്ശെ 18 പടി കയറ്റാൻ അനുവദിക്കണം എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇതാണ് ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിലെ പ്രതിസന്ധി. വേറെയും കൊച്ചു പ്രതിസന്ധികളുണ്ട്. എംപ്ലോയീസിൻ്റെ മെസ്സ് തയ്യാറായിട്ടില്ല. അതൊക്കെ പിന്നെ ചെറിയ കാര്യങ്ങളാണ്, ചെറുതല്ല. ഭക്ഷണക്കാര്യം വലിയ കാര്യം തന്നെയാണ്. അവർക്കെല്ലാം അന്നദാന മണ്ഡപത്തിൽ അന്നദാനം കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. 21-ാം തീയതി വരെ ആവും എംപ്ലോയീസിൻ്റെ മെസ്സ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാവാൻ. പല കാരണങ്ങളാണ്. കാരണം 16-ാം തീയതി മറ്റാണ് അയാൾക്ക് ഇത് ഓർഡർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുവരെ അന്നദാന മണ്ഡപത്തിൽ നിന്ന് അവർക്ക് കൊടുക്കാനും എംപ്ലോയീസിന് പ്രത്യേക ക്യൂ വെച്ചിട്ട് ഭക്തരോടൊപ്പം നിന്ന് അവരുടെ പ്രയോറിറ്റി ഓവർലുക്ക് ചെയ്യേണ്ട എംപ്ലോയീസിന് പ്രത്യേക ക്യൂ കൊടുത്തിട്ട് അവരവിടെ നിൽക്കും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ താൽക്കാലിക പ്രശ്നങ്ങൾ. പിന്നെ കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിലർ പറഞ്ഞ് ചുക്കുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്ന് ചില ചോദിച്ചവരുമുണ്ട്. അതിന് 200 പേരെ കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ ഫ്ലാസ്കുകൾ കൊടുത്തിട്ട് ആളുകളുടെ ഇടയിലേക്ക് പോകണം. അല്ലാതെ ഒരു പോയിന്റിൽ വരുന്നവർക്ക് മാത്രം വെള്ളം എന്നുള്ളതല്ല. ഒരുപാട് നേരം ക്യൂ നിൽക്കുന്നവരുടെ ഇടയിലേക്ക് ഈ വെള്ളവുമായിട്ട് പോകാനുള്ള 200 പേര് അഡീഷണലായിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് സന്നദ്ധ സംഘടനകളും ഉണ്ട് ഇവിടെ. അവരുടെയും കൂടെ പ്രയോജനം എടുത്തുകൊണ്ട് വെള്ളം ഒരു വലിയ വിഷയമാണ്. കാരണം 4 മണിക്കൂറെല്ലാം നിൽക്കുന്നവന് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അത് നമ്മുടെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു ക്യൂ അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് 200 പേര് അഡീഷണലായിട്ട് എടുത്തിട്ടുണ്ട്. വേറൊന്ന് പറയേണ്ടത്, ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ ക്ലീൻലിനെസ്, മുറികളിലെ ടോയ്ലറ്റ് ഒന്നും ക്ലീൻ ചെയ്യാൻ ആളുണ്ടായില്ല. ഇവർ 350 പേരെ എടുക്കണമെന്ന് വിചാരിച്ചു, 150 പേരെ കിട്ടിയുള്ളൂ. ഇന്നിപ്പോൾ 200 പേരെ തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകമായിട്ട് ഈ ശൗചാലയം ക്ലീൻ ചെയ്യാനുള്ളവരെ മാത്രമായിട്ട് 200 പേര് വരുന്നുണ്ട്. ജില്ലാ കളക്ടറുമായിട്ട് ഏർപ്പെടുത്തിയിട്ട് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെ അവരിവിടെ എത്തും. ശ്രദ്ധയിൽപ്പെട്ട മിക്കവാറും കാര്യങ്ങൾ ഒരുവിധം പരിഹരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് വേറൊരു വിഷയം. ഈ തമ്പടിക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് മരക്കൂട്ടമല്ല, നമ്മുടെ മാളികപ്പുറത്തിൻ്റെ പാലത്തിലൂടെ റിട്ടേൺ അടിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. അത് ക്രമീകരണം ഉണ്ടാക്കണം. ഇവിടെ ദർശനം കഴിഞ്ഞവർ പോകണം. പോകാത്തതിന് അല്ല അതെ, അയ്യോ മാത്രമല്ല നമുക്ക് മുകളിൽ നിന്ന് നോക്കാൻ തന്നെ വയ്യാത്ത രീതിയിൽ ഒരു ബീം വെച്ചിരിക്കുകയാണ്. സ്പോട്ട് ബുക്കിംഗ് കൂടുന്നുണ്ട്. കാരണം സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഓൺലൈൻ ബുക്കിംഗ് നിന്നല്ലോ. ഓൺലൈൻ ബുക്കിംഗ് ഫസ്റ്റ് ഡേ തന്നെ തീർന്നു. ഇപ്പോൾ എത്ര ദിവസം വരത്തേക്ക് ഫുള്ളാണിത്. അപ്പോൾ ഈ ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാത്തവരിവിടെ വന്ന് സ്പോട്ട് ബുക്കിംഗ് എടുത്തില്ല എങ്കിൽ അവർക്ക് മറ്റ് സൗകര്യങ്ങളൊന്നും കിട്ടില്ല. അക്കോമഡേഷനിൽ ചോദിക്കുമ്പോഴും ബുക്കിങ്ങിൻ്റെ ചോദിക്കും. അതുകൊണ്ട് ഈ പുതിയ ക്രമീകരണങ്ങൾ വഴി സ്പോട്ട് ബുക്കിംഗ് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കാരണം ബുക്കിംഗ് ഇല്ലാതെ വന്ന ഒരാൾ തൊഴാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സ്പോട്ട് ബുക്കിങ്ങിന് നമുക്ക് നിയന്ത്രണം വയ്ക്കാൻ പറ്റില്ല. അതിന് പറ്റുമെന്നുള്ളത് നോക്കണം. ഇന്നില്ല സ്പോട്ട് ബുക്കിംഗ്, നാളെ ഉള്ളൂ എന്ന് പറഞ്ഞ് നോക്കാം. നിലയ്ക്കൽ അവിടെ നിർത്താൻ പറ്റുമെങ്കിൽ അതൊരു തീരുമാനം എടുത്തിട്ടില്ല.